വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ സംഭവിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അവിടെ ഷീ ജിൻപിങ്, ചൈനീസ് നേതാവ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നടത്തിയ വളരെ ആവേശകരമായ ഒരു പ്രസംഗത്തിൽ ടിയാൻമെൻ സ്ക്വയറിലെ ചൈനയുടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭം അതിനെ അടിച്ചമർത്തിയത് നമുക്കറിയാം. ടാങ്കറുകളും സൈന്യത്തിൻ്റെ പോരാട്ടവുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളൊക്കെ ഒരുപാട് അപലപിച്ച ഒന്നാണ്. നിരവധി വിദ്യാർത്ഥികൾ മരിച്ചു വീണ ഒരു മണ്ണുകൂടിയാണ് ആ പ്രദേശം. അവിടെ അതുമായി ബന്ധപ്പെട്ട് ആ പോരാട്ടത്തെ അല്ലെങ്കിൽ ആ ആക്രമണത്തെ ഒക്കെ ന്യായീകരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ടിയാൻമെൻ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനത്തെയും അദ്ദേഹം പ്രസംഗത്തിൽ പ്രശംസിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. 1993 മുതൽ 2002 വരെ ചൈനയുടെ നേതാവായിരുന്ന മുൻഗാമി ഒരാളായ ജിയാങ് സെമിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. രാജ്യം ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും, ആവേശകരമായ രാജ്യത്തിൻ്റെ മുന്നേറ്റം ഇനിയും കാണാം എന്നും മറ്റും ഷീ ജിൻപിങ് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കിരണ്, ഇത് പ്രസക്തമാണല്ലോ. പ്രത്യേകിച്ചും ടിയാൻമെൻ പ്രക്ഷോഭം എന്ന് പറയുന്നത് ചൈന ആഗോളതലത്തിൽ വലിയ പരിക്കുകളേറ്റ അല്ലെങ്കിൽ വലിയ കുറ്റങ്ങൾ കേട്ട ഒരു പ്രക്ഷോഭത്തിൻ്റെ അടിച്ചമർത്തൽ കൂടിയാണ്. രഞ്ജിത്ത്, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും ലോകത്തിനു മുന്നിലുള്ള ഏറ്റവും കറുത്ത അധ്യായമാണ് 1989 ടിയാൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ ടാങ്കറുകളും തോക്കുകളും ഉപയോഗിച്ച് നടത്തിയ അതിക്രൂരമായ കൂട്ടക്കൊല. അതിൻ്റെ പേരിൽ ലോകരാജ്യങ്ങളാകെ ചൈനയെ നിശിതമായി വിമർശിച്ചിരുന്നു. ചൈനീസ് ന്യായീകരണങ്ങളെയൊക്കെ ലോകത്തെ ചൈനയെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങൾ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. അന്ന് ടിയാൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടിയിരുന്ന ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അന്ന് കുറെ കൂടി ജനാധിപത്യപരമായ ഒരു സർക്കാർ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ആ സമരത്തിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയും അത് ടിയാൻമെൻ സ്ക്വയർ നിറഞ്ഞ ഒരു വലിയ പ്രക്ഷോഭമായി ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമായി മാറി. ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ വലിയ നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ 89 അത്രത്തോളം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് അവിടെ എത്തിയിരുന്നില്ല. പക്ഷേ ആ നിയന്ത്രണം, ഈ സമരം ഒരു വലിയ പ്രക്ഷോഭമായി മാറുകയും രാജ്യത്തെ ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കുമെന്നുള്ളൊരു അവസ്ഥ എത്തിയ ഒരു ഘട്ടത്തിലാണ് ചൈന ഈ പ്രക്ഷോഭകാരികളുടെ സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ, ടാങ്കറുകൾ ഉപയോഗിച്ചടക്കം വെടിയുതിർക്കാൻ തീരുമാനിച്ചത്. അതാണ് ടിയാൻമെൻ സ്ക്വയറിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുള്ള ഏറ്റവും മാരകമായ ഒരു മനുഷ്യൻ്റെ കൂട്ടക്കുരുതി എന്ന് തന്നെ പറയാം. ആ സംഭവത്തെ പിന്നീട് ചൈന ഒരിക്കൽ പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വീണ്ടും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അതിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ്. ഈ ന്യായീകരിക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത വേള ഒരു ഏറ്റവും പ്രധാനമാണ്. 1993 മുതൽ 2002 വരെ ചൈനീസ് പ്രസിഡന്റായിരുന്ന ജിയാങ് സെമിൻ്റെ ജന്മശതാബ്ദി വർഷമാണ്. ഈ ജന്മശതാബ്ദി വർഷത്തിൽ ചൈനയിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ചൈനീസിൻ്റെ ഔദ്യോഗിക പ്രസിഡന്റൊക്കെ ഔദ്യോഗികമായി പ്രതിനിധികളെ കാണുന്ന ഈ ഹാളിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിലാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമെല്ലാം പങ്കെടുത്ത ഇവിടെ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ടിയാൻമെൻ സ്ക്വയർ കൂട്ടക്കുരുതിയെ അദ്ദേഹം ന്യായീകരിക്കുന്നത്. പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനും സൈന്യത്തെയും ടാങ്കറുകളും ഉപയോഗിച്ചുകൊണ്ട് ടിയാൻമെൻ ചത്തുരത്തിൽ നിന്ന് അവരെ നീക്കം ചെയ്യാനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള തീരുമാനത്തെ അദ്ദേഹം പൂർണ്ണമായും ശരിവെക്കുന്നു. 1989 വസന്ത വേനൽക്കാലത്തിൽ ചൈന നേരിട്ട ഗുരുതരമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് അന്ന് സാക്ഷ്യം വഹിച്ചുവെന്നും അക്കാലത്ത് സഖാവ് ജിയാങ് സെമീൻ കേന്ദ്ര കമ്മിറ്റിയുടെ ശരിയായ തീരുമാനങ്ങളെ ദൃഢമായി പിന്തുണയ്ക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് ഷാങ്ഹായിൽ സ്ഥിരത നിലനിർത്താൻ ഫലപ്രദമായി പ്രവർത്തിച്ചു എന്നുമാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ജിയാങ് സെമീൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി 12 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്ററി കഴിഞ്ഞ ദിവസങ്ങളിലായി ചൈനയുടെ ഔദ്യോഗികമായ ടെലിവിഷൻ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിലും സമാനമായ രീതിയിൽ ഈ ടിയാൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി ടാങ്കറുകൾ ഉപയോഗിച്ച് അടിച്ചമർത്തിയ മനുഷ്യക്കുരുതിയെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ ഡോക്യുമെൻ്ററിയിലോ പിന്നീട് ഒന്നും പുറത്തു വരാൻ ചൈന ഇപ്പോഴും തയ്യാറായിട്ടില്ല. ചൈനയിൽ ഇപ്പോഴും ആ കൂട്ടക്കുരുതി സംബന്ധിച്ച ദൃശ്യങ്ങൾക്ക് അതിശക്തമായ നിയന്ത്രണമാണുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റ് മേഖലയിൽ അമേരിക്കയുമായി ബന്ധം സ്ഥാപിച്ചതും ലോകത്തിൻ്റെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായും സൈനിക ശക്തിയുമായും ഒക്കെ ചൈനയെ വളർത്തിയതും ചൈനയുടെ ആഭ്യന്തരമായ കലാപങ്ങളൊക്കെ അടിച്ചമർത്തി ചൈന ഒരു വലിയ ശക്തിയായി ഉയർത്തിയതിനുമൊക്കെയുള്ള ജിയാങ് സെമീൻ്റെ പങ്കിനെയൊക്കെ തീർച്ചയായും ആവേശകരമായ പ്രസംഗമായിരുന്നു പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.